and Pavaram Cook-Off Smart Curry Powder, Sea Kerala Super Show. Co-powered by Indian Institute of Commerce, Lakshya, ice cream partner Camry Ice Cream, special partner Kia Ceros, Aquastar, UPVC Rain Gutters, Cardia Coconut Oil, Milma Day-to-Day Dairy Whitener, Energy Partner Suntips Tea, welcome. നവ്യ കൂടെ അഭിനയിക്കാത്ത ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയാൻ പറ്റും. ഞാൻ ആർട്ടിസ്റ്റ് നമ്മൾ നായകനല്ലേ? അത് പറ. നവ്യ ഇതുവരെയും അഭിനയിച്ചിട്ടില്ലാത്ത ഒരു നായകന്റെ പേര് പറയും, അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളുടെ പേര് പറയും. രജനീകാന്ത് അല്ലേ? എന്നാൽ പിന്നെ ആഗ്രഹം നടത്തി കൊടുക്ക്. അല്ല, വന്ന് അഭിനയിക്കൂടെ? രജനീകാന്ത് സാറിന്റെ കൂടെ ഇപ്പൊ അവസരം കിട്ടിയ ഞാൻ ഒറിജിനൽ അഭിനയിച്ചോളാം. ഒറിജിനലാണ്. കുഞ്ചാക്കോ വഴി തുടങ്ങാൻ പറ്റും. ഞാൻ അഭിനയിച്ചതല്ലേ? അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, പിന്നെ ചാക്കോച്ചനെ കാണാൻ റെഡി ആയിക്കോ. നല്ല ഓക്കെ. വില്ലല്ലേ ചാക്കോച്ചൻ? ചാക്കോച്ച ശരിക്കും അതായത് മാജിക് ശരിക്കും ബാക്ക് സ്റ്റേജിൽ നിന്ന് കാണരുത് എന്നാ പറയാ. അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസ് തൊട്ടടുത്ത് നോക്കുമ്പോ സൂപ്പർ. ശരിക്കും ഓക്കെ, താങ്ക് യു. കറക്റ്റ് അല്ലേ? അടുത്ത ലിസ്റ്റിലാരാ? രംഗ ഒന്ന്. രംഗ ഒന്നല്ല, രംഗണ്ണൻ. അപ്പൊ അതോ ഈ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് ഒറിജിനൽ രംഗണ്ണൻ. അപ്പൊ രംഗണ്ണന് നല്ലൊരു കയറി കൊടുത്താൽ രംഗണ്ണൻ വരും. Let's welcome Ranganan. ഈ കൈയുടെ ചൂട് മാറണയ്ക്ക് മുമ്പ് അടുത്ത താരം നിസാരക്കാരല്ലേ? ആരടാ? ഒരാളും പ്രതീക്ഷിക്കാത്ത ബിജു മേനോൻ. നമ്മളെ രണ്ടുപേരെയും ഒരേപോലെ അറിയാവുന്ന ഒത്തും കളിക്കുന്ന കളിയാണ്. സിൻഡോയെ കൊന്നുകഴിഞ്ഞാ തീർന്നില്ല അന്വേഷണം. അതിവിടെ കൊണ്ടുവന്ന് നിന്റെ പടലേക്ക് വെച്ച പിന്നെ അന്വേഷണത്തിൽ നിന്ന് നീ ഓട്ടോമാറ്റിക്കലി തെറിച്ചോളൂ. ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെടാതിരിക്കാനും വേണോടാ ഒരു ചങ്കുറപ്പ്. ഇവിടെ വരാം, അതുണ്ടെങ്കിൽ മാത്രം. പോലീസ് വേഷത്തില കോമഡി അടിക്കണ്ട, അടിപൊളി. അടുത്ത ആരാന്ന് പറയാൻ പറ്റും? ഇല്ല. അടുത്തത് ബിജു മേനോൻ മനസ്സിക്ക് അനൂപ് മേനോൻ. പാട്ടു നീ എന്നാളുമെൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. എവിടേക്കോ ഒരു
ചായ കാച്ചലുണ്ട്. ഉണ്ട്. ഞാനേ നേരത്തെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ഈ പുള്ളിനെ കണ്ടു. അപ്പൊ ഞാൻ ലാലേട്ടർ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് അനൂപ് മേനോനായിട്ട് വന്നു. ലാലേട്ടർ എന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി തിരിച്ചു പോയത്. ഇനിയിപ്പോ ചേട്ടൻ സംസാരിച്ചത് ചേട്ടനുമായിട്ട് കൂടെ അഭിനയിച്ച റീസെന്റ് അഭിനയിച്ച തെക്ക് വടക്ക് സിനിമയിൽ കൂടെ അഭിനയിച്ച വിനായകൻ ചേട്ടൻ. നല്ലൊരു കൈ കൊടുത്താൽ. MGR. ഇപ്പൊ തമിഴ് വന്നല്ലേ? ഇനി ഹിന്ദിയിൽ പിടിയുണ്ട്. പെർഫെക്റ്റ്. ആളിപ്പൊളി. ഇനിയിപ്പോ നവ്യയുടെ ആഗ്രഹം പോലെ ഇനി കൂടെ ഇവിടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളെ വിളിക്കാം. രജനി സാർ എപ്പോഴും നവ്യ പറയാറുണ്ട് ഇങ്ങനെ രജനി സാറിനോട് എന്റെ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹമാണ്. മരിക്കുന്ന കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താ? അല്ല ഇന്റർവ്യൂവിൽ അങ്ങനെ 2 കൊല്ലത്തിനകത്ത് നിന്നൊക്കെ മതി, അത്രയൊക്കെ മതി കേട്ടോ. തപ്പ നടക്കണം. പിന്നെ ഞാൻ വയസ്സായി എപ്പോഴാ ഞാൻ അതിനെ കുറച്ച് ഇതായിട്ട് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു രജനി ആഗ്രഹം സാറിന് അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഈ 2 കൊല്ലത്തിനകത്ത് നടക്കണം. ആ നാക്കൊന്ന് നോക്കട്ടെ. കരിനാക്കാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും ചേച്ചി. നോക്കല്ലേ? രജനി സാറിന്റെ ഫാൻസിന് ഇത്ര കൈയടി ഉള്ളോ? നിങ്ങൾ ആളിനെ കൊണ്ടുവരണേ കൊള്ളാം. തീപ്പെട്ടി കത്തിച്ചേട്ടൻ. ഇപ്പൊ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് കഴിക്കാൻ പറ്റിയ കറക്റ്റാ തീപ്പെട്ടിക്കൊള്ളി ഇവിടെ. നിനക്ക് വലിയ അബദ്ധം പറ്റി. എന്താണ്
ഒരു കൂളിംഗ് ഗ്ലാസ് മുച്ചിറക്കി വിടുന്ന ഒരു വിജയകാന്തനെ കിട്ടിയിട്ടുണ്ട് കാണിക്കുന്നു ക്യാപ്റ്റൻ പ്രഭാകർ. ഹിന്ദിയിലേക്ക് പോവാണ് കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോകണം. ഓ അതിനെന്താ, നിങ്ങളുടെ ആ കാലഘട്ടത്തിലേക്കും അതിനേക്കാൾ പഴയ കാലഘട്ടത്തിലേക്കും. പഴയ കാലഘട്ടത്തിലെ അമിതാഭ് ബച്ചൻ. നല്ലൊരു കയ്യടി തന്നാ ഇനിയും കൂടുതൽ അവനെ പ്രോത്സാഹിപ്പിക്കണ്ട. മക്കൾ സെൽവം വിജയ് സേതുപതി. ஆனால் அவனை கடைசியில் என்கவுண்டரில் போட்டு தள்ளுறியாங்க. போலீஸ் தானே, போலீஸ் தான் ஹீரோ, போலீஸ் தான் கெத்து. തല തമിഴിൽ തല. ഞെട്ടിക്കാൻ വന്ന എല്ലാവരും ഒരുമിച്ച് ഒരേ വേദി. ഓക്കേ ഡൺ. ശരിക്കും എല്ലാവരെയും കൂടെ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ എല്ലാവരെയും ഇന്ന് സിംഗിൾ ഫ്രെയിം എന്ന് നമുക്ക് പറയാം ലോഞ്ച് ചെയ്ത് ഇത്ര ദിവസേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ താരങ്ങളെ കൊണ്ടുവരാൻ അതിന് സുമേഷിന് മാത്രമേ ഒരു കൈയുടെ കൊടുക്കാട്ടോ പ്ലീസ്. വളരെ ഗ്രേസ്ഫുൾ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ചേച്ചിയും പറയുന്നത്. ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പേരെന്താണ് ശരിക്കും എല്ലാരും വിളിക്കുന്ന പേര് പറയും? ബച്ചൻ അഷ്റഫ്. ബച്ചൻ അഷ്റഫ് എത്ര വർഷമായിട്ട് സ്റ്റേജിൽ ഇത് ചെയ്യുന്നുണ്ട്? 82 ഞാൻ സിംഗറാണ്. 82 സിംഗറാണ്. അന്ന് ഈ പാട്ട് പാടുമ്പോ മെലഡി മേക്കേഴ്സ് എന്ന ഓർക്കസ്ട്ര രൂപീകരിച്ച ഞാനാണ്. ഓക്കെ നാലുപേര് പാട്ട്. കബി കബി മേരെ ദിൽ മേ ഖയാൽ आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, तो अब से पहले सितारों में बज रही थी कहीं, तो अब से पहले सितारों में बज रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए, तुझे ज़मीं पे बुलाया गया है मेरे लिए, कभी कभी मेरे दिल में ख्याल आता है. നൈസ് നൈസ് സൂപ്പർ സൂപ്പർ. ഫീല്. ഇപ്പോഴും അദ്ദേഹം സ്റ്റേജിൽ ബച്ചൻ സാറിന്റെ വേഷമിട്ട് ഇപ്പോഴും ഒരുപാട് വേദികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Nice. വലിയൊരു ഗൈഡ്.
താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമുക്ക് വിനായകൻ വിനായകൻ ഒരു ഡിജെയില് തബല വായിക്കണം ആദ്യമായിട്ട് കാണുക. കമ്പോസർ എല്ലാം ഉണ്ടോ? എല്ലാം പോവും. എല്ലാ സാധനം ഉണ്ടോ? എൻ്റെ ഒരു ബിജുലാൽ, ഞാൻ കോഴിക്കോടാണ് സ്ഥലം. അഭിനയമാണ് ഇത്, ഏതൊരു മിമിക്രിക്കാരുടെ ആഗ്രഹം അഭിനയമാണല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള വേഷം കെട്ടലാണ് ഇതൊക്കെ. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ള അപ്പോൾ ഒരു ആഗ്രഹം സാധിച്ചു. വിനായകൻ ചേട്ടനെ നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടായി. ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിൽ ചെറുതായിട്ടൊന്ന് മുഖം കാണിക്കാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടി. മൈ നെയിം ഈസ് ദാമോദരൻ ഉണ്ണിമകൻ ടെൽമണിയുടെ കൊച്ചു. പീപ്പിൾ കോൾ മീ ഡ്യൂഡ്. നീയൊക്കെ പരിചയപ്പെട്ട് തുടങ്ങിയതാണ്. സ്ലാം ടു യു വെരി ജോബ് മാൻ. ഒന്നുമില്ല, அப்படியே பார்த்தது கிட்ட பேசி பேசி பழகிட்டு இருக்கேன். ശരി, എന്തായാലും ഈ ശബ്ദം നമ്മൾ കേട്ടു. ഇവിടെ നമ്മുടെ കൂട്ടത്തിലെ ഇന്നലെ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ എന്തോ ഞാൻ ടീമിന്റെ കണ്ടിരുന്നല്ലോ. വിനായകൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ടീം ഡബ് ചെയ്തിട്ടില്ലേ? ഹലോ കൃഷ്ണ, ഞാനാടാ ഗംഗയാണ്. ഗംഗയാടാ. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചാണ്. അങ്ങനെ വിളിക്കണമെന്ന് തോന്നി. എന്തൊക്കെയാണ്ടാ, ഒരു പണി പാളി പോലെ തോന്നണ്ടാ. ആഹാ, സൂപ്പർ. പരാക്രമം പാഞ്ഞാണ് ആശാൻ എന്നെ ഇവിടെ വന്നത്. ആ പെണ്ണില്ല, പന്നി, അവനാണ് ഇട്ട് കൊടുത്തത്. അവനിട്ടാൻ വെച്ചിട്ടുണ്ട് ആശാനെ. അവര് ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. വെരി നൈസ് ടീം. സംസാരിച്ച് ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടാണ് രജനികാന്ത് ശബ്ദം പറയേ. രാജേഷ് കാന്ത് എന്നാണ്. രാജേഷ് ഖാനും ഖാൻ. ആ ഖാൻ. ഖാനല്ല, കാന്ത്. ഖാൻ. ഓ, അവിടെ ഒരു ഖാൻ ഉണ്ട്. രജനികാന്തിന്റെ ഖാൻ. ഓക്കെ, ശരി, ഓക്കെ. நல்லவனா இருக்கலாம், ஆனா ரொம்ப நல்லவனாக கூடாது. ரொம்ப நல்லவனாயிட்டா நாம முட்டாளாக்கிடுவா. முடிக்கணும் தெரிச்சா சும்மா பேசிட்டே இருக்க கூடாது, முடிக்கணும். நவையா நாயர் அவரை டான்ஸ் பார்த்து என் ஃபேமிலி எல்லாம் என்ன சொல்லுங்க, ரொம்ப டான்ஸ் അവർക്ക് ഉങ്ക കൂടെ നടിക്കണമെന്ന് ஆசை இருக்காங்க. கண்டிப்பா வருவா. ஆண்டவ இருப்பானா அது തീർച്ചയാ. ശരി, ഓക്കെ. അപ്പം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാമോ? കാരണം ദിസ് ഇസ് നോട്ട് എൻ ഈസി വർക്ക്. അപ്പോ എന്തായാലും ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് നമുക്ക് ഈ ഒരു വേദിയിൽ ഇവരെ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും സൂപ്പർ സ്റ്റാർസ് ജോയിൻ ചെയ്തപ്പം നമ്മൾ ഒരുമിച്ച് സൂപ്പർ ഷോ എന്നുള്ള ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ ടൈറ്റിൽ ഒരുമിച്ച് ഒന്ന് പറയാൻ പോവാണ്. യെസ്,